വൈകിട്ടത്തെ ഫുഡ് ന്യൂലാൻഡിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഹരിപ്പാട്ടേക്ക് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നൈനൂട്ടി അച്ഛ എന്നെ പൊക്കുതേ ഒരു കുഞ്ഞി കേൾക്കുന്നു. നോക്കിയപ്പോൾ ഒരു മണിക്ക് ആ കേക്ക് ഇരിക്കുന്നു. ആ കേക്ക് കണ്ട സന്തോഷത്തിലാണ് കേട്ടോ ഈ പല്ലില്ലാത്ത മോണ കാട്ടി നൈനൂട്ടി ചിരിക്കുന്നത്. കേക്കൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മുകളിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ടേ. ഇവിടെ വന്നപ്പോൾ ഒടുക്കത്തെ തിരക്ക്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇത്രയും തിരക്ക് പ്രതീക്ഷയില്ല കേട്ടോ. ഞങ്ങൾക്ക് കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു സീറ്റ് കിട്ടി. ഇന്നാട്ടിലെ മനുഷ്യന്മാർ മുഴുവൻ ഇതിനകത്തുണ്ടെന്നാണ് തോന്നുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല ഫുഡ് കിട്ടുന്നിടത്ത് ഇത്രയും തിരക്കില്ലെങ്കിലേ ഉള്ള അതിശയം. ഞാനാണെങ്കിൽ ഇന്ന് സുന്ദരി കുട്ടപ്പയായിട്ട് മുടിയൊക്കെ ഒതുക്കി കിട്ടിയിട്ടാണ് വന്നത്. ഉച്ചയ്ക്കൊരു റീൽസ് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ ആഗ്രഹമാണ് കേട്ടോ കുഴിമന്തി കഴിക്കണമെന്ന്. പൊതുവേ എനിക്ക് കുഴിമന്തിയോട് അത്ര താല്പര്യം ഇല്ലാത്തതാണ്. പക്ഷെ ഇന്ന് കണ്ട വീഡിയോയിൽ ആളിരുന്ന് ആസ്വദിച്ച് കുഴിമന്തി കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കും കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പം മുതൽ മനീഷേട്ടന് ഒരു സമാധാനം കൊടുക്കാതിരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ കുഴിമന്തിക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തെങ്കിൽ എന്താ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതിന്നൊരു ഉരുള വായിലെടുത്ത് വെച്ചപ്പോഴാണ് എൻ്റെ മനസ്സിനും വയറിനും തൃപ്തിയായത്. മനീഷേട്ടനും നൈനൂട്ടിക്കും പൊറോട്ട മതിയെന്നും പറഞ്ഞ് അവർ പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാനാണെങ്കിൽ കുഴിമന്തി തന്നെ കഴിക്കേ ഉള്ളൂ എന്നും പറഞ്ഞ് വന്നതാണ്. ഉച്ചയ്ക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പം ഇടാൻ പറ്റുന്ന കൊതി എല്ലാം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളാരും എനിക്ക് കൊതി ഇടല്ലേ, വയറിളകി ചാകാൻ വയ്യാത്ത കൊണ്ട് പറഞ്ഞതാണ്. ഒരു ഉരുള മനീഷേട്ടനും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊറോട്ട മതി കുഴിമന്തി വേണ്ടാന്നും പറഞ്ഞിരുന്ന ആളിതാ കുഴിമന്തി കഴിക്കുന്ന കഴിപ്പ് നോക്കി. അൽഫാം കുഴിമന്തി ആയിരുന്നു ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അവസാനം വന്നാൽ ചിക്കനെ പോലും വെറുതെ വിട്ടില്ല. കടിച്ച് കുറച്ച് അവനെ മുഴുവൻ അങ്ങ് തിന്ന്. പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ. അങ്ങനെ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു. പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയപ്പം അടുത്ത തിരക്ക് വീണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലായി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.